സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2024 മാർച്ച് 4 തിങ്കൾ. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത്. സമരം കടുപ്പിക്കാനൊരുങ്ങി കർഷകർ. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നും കർഷകർ അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും കനത്ത സമരവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കർഷകരുടെ നീക്കം. അതേസമയം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും കർഷകർ വ്യക്തമാക്കുന്നു. ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് പെൻഷൻകാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. NPS അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പെൻഷൻകാർ ശ്രദ്ധിക്കേണ്ട ഇക്കാര്യം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇന്ത്യൻ പൗരന്മാർക്ക് അവരുടെ വാർദ്ധക്യത്തിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ നിക്ഷേപ പദ്ധതിയാണ് ദേശീയ പെൻഷൻ പദ്ധതി അഥവാ NPS. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് NPSനെ നിയന്ത്രിക്കുന്നത്. 2009 തുടങ്ങിയ NPS വ്യക്തികൾക്ക് സുരക്ഷിതമായ വിരമിക്കലാണ് ഉറപ്പാക്കുന്നത്. കഴിഞ്ഞ മാസം NPS അക്കൗണ്ടിൽ ആധാർ അടിസ്ഥാനമാക്കിയുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. ഡബിൾ വെരിഫിക്കേഷന് ശേഷം മാത്രമേ അക്കൗണ്ടിൽ നിന്ന് ഇനി പണം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. ഏപ്രിൽ 1 മുതൽ പുതിയ സംവിധാനം നിലവിൽ വരും. പെൻഷൻ ഫണ്ട് റെഗുലേറ്റർ PFRDA ആണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. നിരവധി സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിന് NPS അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്യുന്നത് നിർബന്ധമാണ്. ആവശ്യമുള്ളപ്പോൾ വ്യക്തികൾക്ക് അവരുടെ പെൻഷൻ ക്ലെയിം ചെയ്യുന്നതും ഇത് എളുപ്പമാക്കുന്നു. ഇത് സംബന്ധിച്ചും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ആരംഭിച്ചു. വിപുലമായ സജ്ജീകരണങ്ങളോടെയാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഇമ്മ്യൂണൈസേഷൻ ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ 5 വയസ്സിന് താഴെയുള്ള 23.28 ലക്ഷം കുട്ടികൾക്കാണ് പോളിയോ നൽകുന്നത്. മാർച്ച് 3 തദ്ദേശ തലത്തിൽ ഇതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതേസമയം ഇതിനായി 23,471 ബൂത്തുകളും 1,00,000-ഓളം ആരോഗ്യ പ്രവർത്തകരെയും സജ്ജീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ലക്ഷം കുട്ടികൾക്കാണ് പോളിയോ വാക്സിൻ നൽകുക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഗ്ലോബൽ പോളിയോ നിർമ്മാർജ്ജന സംരംഭത്തെ തുടർന്ന് 1995 100% കവറേജ് ലക്ഷ്യമിട്ട് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനൊപ്പം ഇന്ത്യ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കുട്ടികൾ പോളിയോ വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടി. ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവെക്കാനുള്ളത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് അധികൃതർ. കടൽക്ഷോഭം രൂക്ഷമായേക്കാം. ജാഗ്രതാ നിർദ്ദേശങ്ങളും അധികൃതർ നൽകുന്നുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ 1.0 മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനും പ്രത്യേക നിർദ്ദേശം നൽകുന്നു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാനും മുന്നറിയിപ്പ് നിർദ്ദേശം നൽകുന്നുണ്ട്. അതേസമയം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാനും വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ് നോക്കാം. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ഫെബ്രുവരി മാസത്തെ ശമ്പള വിതരണം മുടങ്ങിയതിനെതിരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ ജീവനക്കാർ ഒരുങ്ങിയിരിക്കുകയാണ്. ശമ്പളം ലഭിക്കാത്തത് ജീവനക്കാരെ കടുത്ത പ്രതിസന്ധിയിലാണ് ആക്കിയിട്ടുള്ളത്. ഈ രീതിയിൽ മുന്നോട്ടു പോകാനാകില്ലെന്നും ഇതിനാൽ പ്രത്യക്ഷ സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്നുമാണ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ ഫെബ്രുവരി മാസത്തെ ശമ്പളം അടിയന്തരമായി ലഭ്യമാക്കുക എന്നാവശ്യപ്പെട്ടാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കാൻ ജീവനക്കാർ ഒരുങ്ങുന്നത്. രാവിലെ മുതൽ സെക്രട്ടേറിയറ്റ് സബ് ട്രഷറിക്കും ജില്ലാ ട്രഷറിക്കും സമീപമുള്ള സെക്രട്ടേറിയറ്റ് ഗേറ്റിന് മുന്നിലായിരിക്കും അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടത്തുകയെന്നും എല്ലാ ജീവനക്കാരുടെയും പിന്തുണയുണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനർ MS ഇർഷാദും വ്യക്തമാക്കി. ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.